വിജയികളായ ഓരോ സ്ത്രീയുടെയും വിജയരഹസ്യം അന്വേഷിച്ചു പോയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അവർ തങ്ങളുടെ ദിവസം തുടങ്ങുന്നത് ലോകം ഉറങ്ങിക്കിടക്കുമ്പോഴാണ്. സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപുള്ള ബ്രഹ്മമുഹൂർത്തം വെറുമൊരു സമയമല്ല, മറിച്ച് ഊർജത്തിൻ്റെ ഒരു മഹാസമുദ്രമാണ്. വിജയികളായ സ്ത്രീകൾ ഈ സമയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 15 ഗുണങ്ങൾ നമുക്ക് നോക്കാം. 1. മാനസികമായ ശാന്തത. 2. ഏകാഗ്രത വർദ്ധിക്കുന്നു. 3. സൃഷ്ടിപരമായ ചിന്തകൾ. 4. മികച്ച സമയക്രമീകരണം. 5. ആരോഗ്യമുള്ള ശരീരം. 6. ചർമ്മ സൗന്ദര്യം. 7. വ്യായാമത്തിനുള്ള സമയം. 8. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. 9. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. 10. ധ്യാനവും പ്രാർത്ഥനയും. 11. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. 12. മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. 13. ലക്ഷ്യബോധം. 14. പോസിറ്റീവ് എനർജി. 15. കുടുംബത്തോടുള്ള സ്നേഹം. ഈ 15 കാര്യങ്ങൾ ഇനി നമുക്ക് വിശദീകരിച്ച് സംസാരിക്കാം. കേൾക്കാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കൂടെ കൂടിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാനസികമായ ശാന്തത, മെൻ്റൽ പീസ്. ലോകം മുഴുവൻ നിശബ്ദമായിരിക്കുന്ന ഒരു സമയം, പ്രകൃതി പോലും അതിൻ്റെ നിശബ്ദതയിൽ ലയിച്ചു നിൽക്കുന്ന നിമിഷങ്ങൾ. അതാണ് ബ്രഹ്മമുഹൂർത്തം. വിജയികളായ സ്ത്രീകൾ ഈ സമയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം മാനസികമായ ശാന്തതയാണ്. നമ്മുടെയൊക്കെ സാധാരണ ദിവസങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. രാവിലെ ഉണരുന്നത് തന്നെ ഫോണിൻ്റെ അലാറം കേട്ടോ അല്ലെങ്കിൽ അടുക്കളയിലെ തിരക്കുകളിലേക്കോ ആയിരിക്കും. എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ നമ്മുടെ മനസ്സ് ഒരു യുദ്ധക്കളമായി മാറുന്നു. കുട്ടികളുടെ കാര്യങ്ങൾ, ഓഫീസിലെ ഫയലുകൾ, വീട്ടുജോലികൾ, ഇങ്ങനെ 100 കൂട്ടം ചിന്തകളാണ് നമ്മുടെ തലയ്ക്കുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് സൂര്യോദയത്തിന് മുൻപ് നിങ്ങൾ ഉണരുമ്പോൾ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. അവിടെ ബഹളങ്ങളില്ല, തിരക്കുകളില്ല. ആ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥതകളെ ഇല്ലാതാക്കുന്നു. വിജയികളായ സ്ത്രീകൾ ഈ നിശബ്ദതയെ ഒരായുധമായാണ് കാണുന്നത്. രാത്രിയിലെ നല്ല ഉറക്കത്തിനു ശേഷം നമ്മുടെ മനസ്സ് ഒരു വെളുത്ത പേപ്പർ പോലെ ശുദ്ധമായിരിക്കും. ആ സമയത്ത് പുറം ലോകത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളില്ലാതെ സ്വയം സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ കഴിയൂ. പലപ്പോഴും നമ്മളെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾക്കും അനാവശ്യമായ ദേഷ്യത്തിനും കാരണം മനസ്സിൻ്റെ അശാന്തിയാണ്. പുലർച്ചെ ലഭിക്കുന്ന ഈ ശാന്തത ദിവസം മുഴുവൻ നിലനിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയായി നിങ്ങളുടെ കൂടെയുണ്ടാകും. മനസ്സിനെ ശാന്തമാക്കാൻ ഈ സമയം എങ്ങനെ ഉപയോഗിക്കാം? ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ ഉടനെ ജോലികളിലേക്ക് കടക്കാതെ അല്പനേരം വെറുതെ ഇരിക്കുക. ആ ശാന്തത അനുഭവിക്കുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. ഈ ലോകത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും പ്രപഞ്ചത്തിൻ്റെ വലിയ ഒരു ഊർജം നിങ്ങളുടെ കൂടെയുണ്ടെന്നും തിരിച്ചറിയുന്ന നിമിഷമാണിത്. വലിയ സംരംഭങ്ങൾ നടത്തുന്ന സ്ത്രീകളും ഭരണാധികാരികളും കലാകാരികളും ഈ ശാന്തതയിലാണ് തങ്ങളുടെ കരുത്ത് കണ്ടെത്തുന്നത്. ഈ സമയത്ത് ലഭിക്കുന്ന മാനസികമായ തെളിച്ചം നിങ്ങളുടെ സർഗാത്മകതയെ ഉണർത്തുന്നു. സ്ട്രെസ് ഹോർമോണുകൾ കുറയുകയും സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ കുടുംബത്തിൻ്റെയും ജോലിയുടെയും ഉത്തരവാദിത്തങ്ങൾ ഭാരമില്ലാതെ ചുമക്കാൻ ഈ മെൻ്റൽ പീസ് നിങ്ങളെ സഹായിക്കും. ഓർക്കുക, പുറത്തെ ലോകം കീഴടക്കുന്നതിന് മുൻപ് നാം നമ്മുടെ ഉള്ളിലെ ലോകത്തെ ശാന്തമാക്കേണ്ടതുണ്ട്. അതിന് ബ്രഹ്മമുഹൂർത്തത്തിലെ ഈ നിശബ്ദതയോളം മികച്ച മറ്റൊരു ഔഷധമില്ല. ശാന്തമായ മനസ്സുള്ള ഒരു സ്ത്രീക്ക് തടയാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഏകാഗ്രത വർദ്ധിക്കുന്നു. എൻഹാൻസ്ഡ് കോൺസെൻട്രേഷൻ. വിജയികളായ സ്ത്രീകളുടെ വിജയയാത്രയിൽ അവർ കൂടെ കൂട്ടുന്ന ഏറ്റവും വലിയ കരുത്തെന്താണെന്നറിയാമോ? അതവരുടെ ഏകാഗ്രതയാണ്. ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടി വരുന്നവരാണ് സ്ത്രീകൾ. ഈ മൾട്ടി ടാസ്കിങ്ങിനിടയിൽ മനസ്സ് ചിതറിപ്പോകാതെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ബ്രഹ്മമുഹൂർത്തം നിങ്ങളെ സഹായിക്കുന്നു. നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. പകൽ മുഴുവൻ നീളുന്ന ജോലികളും സോഷ്യൽ മീഡിയ നോക്കുന്നതും മറ്റുള്ളവരോടുള്ള സംസാരവുമെല്ലാം നമ്മുടെ തലച്ചോറിൽ അനാവശ്യമായ ക്യാഷ് ഫയലുകൾ നിറയ്ക്കുന്നു. എന്നാൽ രാത്രിയിലെ വിശ്രമത്തിന് ശേഷം ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പൂർണ്ണമായും റീസെറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കും. അനാവശ്യമായ ചിന്തകളുടെ ഭാരമില്ലാത്ത ഈ സമയത്ത്
നിങ്ങളുടെ ശ്രദ്ധ, ഫോക്കസ് അതിൻ്റെ പരമാവധിയിലായിരിക്കും. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഏകാഗ്രത കൂടുന്നത്? ശാസ്ത്രീയമായി പറഞ്ഞാൽ പുലർച്ചെ നമ്മുടെ മനസ്സ് ആൽഫ തരംഗങ്ങളുടെ അവസ്ഥയിലായിരിക്കും. ഈ അവസ്ഥയിൽ വിവരങ്ങൾ ഗ്രഹിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നമുക്ക് വേഗത്തിൽ സാധിക്കും. വിജയികളായ ബിസിനസ് വുമൻസും പ്രൊഫഷണലുകളും തങ്ങളുടെ ഏറ്റവും കഠിനമായ ജോലികൾ മാറ്റിവെക്കുന്നത് ഈ സമയത്തേക്കാണ്. കാരണം പകൽ 3 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി ബ്രഹ്മമുഹൂർത്തത്തിലെ ഏകാഗ്രതയോടെ 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ സാധിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പകൽ സമയത്ത് വീട്ടിലെ അംഗങ്ങളുടെ ആവശ്യങ്ങളോ കുട്ടികളുടെ ബഹളമോ കാരണം പലപ്പോഴും സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാറില്ല. എന്നാൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ പുലർവേളയിൽ നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും ഇടയിൽ ആരുമുണ്ടാകില്ല. ഒരു തടസ്സവുമില്ലാത്ത ആ സമയം നിങ്ങളുടെ ഏകാഗ്രതയെ മൂർച്ച കൂട്ടുന്നു. നിങ്ങളൊരു വിദ്യാർത്ഥിനിയാണെങ്കിൽ, പ്രൊഫഷണലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംരംഭകയാണെങ്കിൽ ഈ സമയം നിങ്ങളുടെ പഠനത്തിനോ പുതിയ പ്ലാനുകൾ തയ്യാറാക്കാനോ ഉപയോഗിച്ചു നോക്കൂ. വാക്കുകൾ വേഗത്തിൽ ഓർമ്മ വരുന്നത് കാണാം, കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാതിരിക്കുന്നത് കാണാം, പുതിയ ആശയങ്ങൾ മിന്നൽ പോലെ മനസ്സിലേക്ക് വരുന്നത് അനുഭവപ്പെടും. ഏകാഗ്രത എന്നത് ഒരു പേശി, മസിൽ പോലെയാണ്. അത് പരിശീലിപ്പിക്കും തോറും ശക്തിപ്പെടും. ബ്രഹ്മമുഹൂർത്തത്തിൽ പതിവായി ഉണർന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വലിയൊരു കഴിവ് നിങ്ങൾ നേടിയെടുക്കുകയാണ്. ഈ ഏകാഗ്രത പകൽ സമയത്തെ നിങ്ങളുടെ എല്ലാ ഇടപെടലുകളിലും പ്രതിഫലിക്കും. കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാനും വേഗത്തിൽ ചെയ്തു തീർക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഓർക്കുക, ചിതറിക്കിടക്കുന്ന സൂര്യരശ്മികളെ ഒരു ലെൻസിലൂടെ കടത്തിവിടുമ്പോൾ അത് കടലാസിനെ കരിച്ചു കളയാൻ കെൽപ്പുള്ള തീയായി മാറുന്നു. അതുപോലെ നിങ്ങളുടെ ചിതറിക്കിടക്കുന്ന ചിന്തകളെ ബ്രഹ്മമുഹൂർത്തത്തിലെ ഏകാഗ്രതയിലൂടെ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല. സൃഷ്ടിപരമായ ചിന്തകൾ, ക്രിയേറ്റീവ് തിങ്കിങ്. ഓരോ സ്ത്രീയുടെ ഉള്ളിലും ഒരു കലാകാരിയുണ്ട്. അത് ചിലപ്പോൾ വരയ്ക്കുന്നവരോ എഴുതുന്നവരോ മാത്രമാകണമെന്നില്ല. ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുന്നവരോ വീട് മനോഹരമായി കൊണ്ടുപോകുന്നവരോ പുതിയൊരു പാചകരീതി പരീക്ഷിക്കുന്നവരോ ഒക്കെ സർഗാത്മകതയുള്ളവരാണ്. ഈ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സൃഷ്ടിപരമായ ചിന്തകൾ അതിൻ്റെ ഉച്ചിയിൽ നിൽക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. എന്തുകൊണ്ടാണ് പുലർച്ചെ പുതിയ ആശയങ്ങൾ ഇത്രയധികം വരുന്നത്? പകൽ സമയത്തെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ തലച്ചോറ് കൂടുതൽ പ്രവർത്തിക്കുന്നത് യുക്തിപരമായ അല്ലെങ്കിൽ ലോജിക്കൽ കാര്യങ്ങൾക്കാണ്. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് സജീവമാകുന്നു. വിജയികളായ സ്ത്രീകൾ ഈ സമയത്തെ മാന്ത്രിക സമയം എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ്. പ്രപഞ്ചത്തിലെ നിശബ്ദതയും ശുദ്ധവായുവും നിങ്ങളുടെ ചിന്തകളെ പുതിയ ദിശകളിലേക്ക് നയിക്കും. പലപ്പോഴും നമ്മൾ പകൽ മുഴുവൻ ആലോചിച്ച് കിട്ടാത്ത ഉത്തരങ്ങൾ പുലർച്ചെ ഉണരുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരാറുണ്ട്. ഇത് വെറുമൊരു യാദൃശ്ചികതയല്ല. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള ആ സമയം നിങ്ങളുടെ ഭാവനകളെ തടസ്സങ്ങളില്ലാതെ ഒഴുകാൻ അനുവദിക്കുന്നു. വിജയികളായ എഴുത്തുകാരികളും ഡിസൈനർമാരും സംരംഭകരും തങ്ങളുടെ ഏറ്റവും മികച്ച ഐഡിയകൾ കണ്ടെത്തിയത് ഈ സമയത്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സർഗാത്മകത എന്നത് ഒരു ആത്മപ്രകാശനമാണ്. ഒരു പുതിയ ബിസിനസ് പ്ലാൻ തയ്യാറാക്കാനോ, ഒരു യൂട്യൂബ് ചാനലിനായി പുതിയ കണ്ടന്റ് ചിന്തിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ വരുത്തേണ്ട നൂതനമായ മാറ്റങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യാനോ ഈ സമയം ഉപയോഗിക്കാം. മറ്റാരും ശല്യപ്പെടുത്താനില്ലാത്ത ആ സമയം നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തകൾക്കും മാത്രമുള്ളതാണ്. സൃഷ്ടിപരമായ ചിന്തകൾക്ക് സ്വതന്ത്രമായ ഒരിടം ആവശ്യമാണ്. പകൽ സമയത്തെ ഫോൺ കോളുകളും നോട്ടിഫിക്കേഷനുകളും ആ സ്വതന്ത്ര ഇടത്തെ ഇല്ലാതാക്കുന്നു. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രപഞ്ചം തന്നെ നിശബ്ദമായിരുന്ന് നിങ്ങളുടെ ആശയങ്ങളെ കേൾക്കാൻ തയ്യാറെടുക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വലിയൊരു ജീവനുണ്ടാകും. നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റീവ് ജീനിയസിനെ പുറത്തെടുക്കാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് അല്പനേരം ഒരു ഡയറിയും പേനയുമായി ഇരുന്ന് നോക്കൂ. നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുക. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ ആശയത്തിൻ്റെ തുടക്കമാകാം. വിജയികളായ സ്ത്രീകൾ ലോകത്തിന് നൽകുന്ന പുതിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരം ശാന്തമായ നിമിഷങ്ങളിൽ ജനിച്ചവയാണ്. നിങ്ങളുടെ ഭാവനകൾക്ക് ചിറകു നൽകാൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ബ്രഹ്മമുഹൂർത്തത്തിലെ ഈ സൃഷ്ടിപരമായ ഊർജം പ്രയോജനപ്പെടുത്തും. മികച്ച സമയക്രമീകരണം, ടൈം മാനേജ്മെൻറ്റ്. എനിക്കൊന്നിനും സമയമില്ല.
മിക്ക സ്ത്രീകളും സ്ഥിരമായി പറയുന്നൊരു പരാതിയാണിത്. വീട്ടുജോലികൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ, ഇതിനിടയിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കായി മാറ്റിവെക്കാൻ ഒരു നിമിഷം പോലും കിട്ടാത്തവരാണ് പലരും. എന്നാൽ വിജയികളായ സ്ത്രീകൾക്ക് മാത്രം എങ്ങനെയാണ് ഇതെല്ലാം കൃത്യമായി ചെയ്യാൻ കഴിയുന്നത്? അവിടെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന സമയത്തിൻ്റെ പ്രാധാന്യം. സമയക്രമീകരണം അഥവാ ടൈം മാനേജ്മെൻറ്റ് എന്നാൽ കൂടുതൽ സമയമുണ്ടാക്കുക എന്നല്ല, ഉള്ള സമയം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് വഴി മറ്റുള്ളവരെക്കാൾ 2 മണിക്കൂർ അധികം നിങ്ങൾക്ക് ലഭിക്കുന്നു. ആലോചിച്ചു നോക്കൂ, ഒരു ദിവസം 2 മണിക്കൂർ അധികം കിട്ടിയാൽ ഒരു വർഷം കൊണ്ട് എത്ര വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. വിജയികളായ സ്ത്രീകൾ രാവിലെ ഉണരുന്നത് ഒരു വ്യക്തമായ പ്ലാനോടെയാണ്. ലോകം ഉണരുന്നതിനു മുൻപേ അവർ തങ്ങളുടെ ദിവസത്തെ ജോലികൾ തരംതിരിക്കുന്നു. എപ്പോൾ എന്ത് ചെയ്യണം, എന്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് തീരുമാനിക്കാൻ ശാന്തമായ ആ പുലർവേള അവരെ സഹായിക്കുന്നു. ബാക്കിയുള്ളവർ ഉറക്കമുണർന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പരിഭ്രമിക്കുമ്പോഴേക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന സ്ത്രീകൾ തങ്ങളുടെ പകുതി ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ടാകും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉണ്ടാകുന്ന അനാവശ്യമായ ഓട്ടവും തിരക്കുമാണ് മാനസിക സമ്മർദ്ദത്തിൻ്റെ പ്രധാന കാരണം. എന്നാൽ നേരത്തെ ഉണരുമ്പോൾ ഈ തിരക്കൊഴിവാക്കാം. കുട്ടികളെ ഒരുക്കുന്നതിനും പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നതിനും മുൻപേ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സമയം നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി, അതായത് വായനയ്ക്കോ വ്യായാമത്തിനോ പ്ലാനിങ്ങിനോ ഉപയോഗിക്കാം. ഇത് ദിവസം മുഴുവൻ നിങ്ങളെ ഒരു സ്റ്റെപ്പ് മുന്നിൽ നിർത്തുന്നു. സമയത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തെയാണ് നിയന്ത്രിക്കുന്നത്. ബ്രഹ്മമുഹൂർത്തം നിങ്ങൾക്ക് നൽകുന്നത് ആ നിയന്ത്രണ ശക്തിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, വൈകി എഴുന്നേൽക്കുന്ന ദിവസം നാം എപ്പോഴും എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടുകയാണെന്ന് തോന്നും. എന്നാൽ നേരത്തെ ഉണരുമ്പോൾ സമയം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. ടൈം മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഗുണം ക്വാളിറ്റി ടൈം കണ്ടെത്താൻ സാധിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ പ്രൊഫഷണൽ ജോലികൾ പുലർച്ചെ തീർക്കുന്നതിലൂടെ വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം സമാധാനമായി ഇരിക്കാൻ നിങ്ങൾക്ക് സമയം ലഭിക്കും. ജോലിഭാരം വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരില്ല. ഓർക്കുക, സമയം എല്ലാവർക്കും തുല്യമാണ്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് വിജയികളും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ബ്രഹ്മമുഹൂർത്തത്തിലെ ഓരോ നിമിഷവും സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. ആ സമയം ശരിയായി വിനിയോഗിക്കുന്ന സ്ത്രീക്ക് ലോകം കീഴടക്കാൻ അധികം പ്രയത്നിക്കേണ്ടി വരില്ല. നിങ്ങളുടെ സമയത്തിൻ്റെ യജമാനത്തിയാകാൻ ബ്രഹ്മമുഹൂർത്തം ശീലമാക്കും. ആരോഗ്യമുള്ള ശരീരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കാൻ മറന്നുപോകുന്ന സ്ത്രീകൾക്ക് ഒരു വരദാനമാണ് ബ്രഹ്മമുഹൂർത്തം. വിജയികളായ സ്ത്രീകൾ തങ്ങളുടെ ശാരീരികക്ഷമത നിലനിർത്താൻ ഈ സമയം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് കേവലം ഒരു ശീലമല്ല, അത് ശരീരത്തിൻ്റെ ജൈവ ഘടികാരത്തെ, ബയോളജിക്കൽ ക്ലോക്കിനെ പ്രകൃതിയോട് ചേർത്തു നിർത്തുന്ന രീതിയാണ്. ഈ സമയത്ത് പ്രകൃതിയിലെ വായു ഏറ്റവും ശുദ്ധമായിരിക്കും. ഓക്സിജന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുതലായിരിക്കുന്ന ഈ വേളയിൽ ശ്വസിക്കുന്നത് നിങ്ങളുടെ ശ്വാസകോശത്തെ ശുദ്ധീകരിക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളുടെ ശരീരത്തിൽ ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പുലർച്ചെയുള്ള ഉണരൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാനും സന്തോഷം നൽകുന്ന ഹോർമോണുകൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് തൈറോയിഡ്, PCOS തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വലിയൊരു പരിധിവരെ സഹായിക്കുമെന്ന് ആധുനിക ശാസ്ത്രവും സാക്ഷ്യപ്പെടുത്തുന്നു. പല സ്ത്രീകളും പറയുന്ന ഒരു ഒഴികഴിവാണ് വ്യായാമം ചെയ്യാൻ സമയമില്ല എന്നത്. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ നിശബ്ദമായ സമയം നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ഒരമണിക്കൂർ നടക്കാനോ യോഗ ചെയ്യാനോ ലളിതമായ വ്യായാമങ്ങളിൽ ഏർപ്പെടാനോ ഈ സമയം ഉപയോഗിക്കാം. രാവിലെ ലഭിക്കുന്ന ഈ ശാരീരിക അധ്വാനം ദിവസം മുഴുവൻ നിങ്ങളെ ഉന്മേഷവതിയായി നിലനിർത്തും. പകൽ സമയത്ത് അനുഭവപ്പെടുന്ന തളർച്ചയും ഉറക്കവും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. വിജയികളായ സ്ത്രീകൾക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഓടിയെത്താൻ കരുത്തുള്ള ഒരു ശരീരം ആവശ്യമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നവരിൽ ദഹനപ്രക്രിയ, മെറ്റബോളിസം കൂടുതൽ വേഗത്തിലായിരിക്കും. ഇത് അമിതവണ്ണം കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മനസ്സ് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കും. നമ്മുടെ പൂർവീകർ പറഞ്ഞിട്ടുണ്ട്,
സൂര്യോദയത്തിനു മുൻപേ ഉണരുന്നവൻ്റെ ശരീരത്തിൽ രോഗങ്ങൾക്ക് സ്ഥാനമില്ല എന്ന്. ഇത് വെറുമൊരു വിശ്വാസമല്ല, മറിച്ച് പ്രകൃതിയുമായുള്ള നമ്മുടെ ഇണങ്ങിച്ചേരലാണ്. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥിരോഗങ്ങൾ, പേശീവേദനകൾ എന്നിവയിൽ നിന്ന് മോചനം നേടാൻ പുലർച്ചെയുള്ള ഈ ചിട്ട സഹായിക്കും. ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തെയും ബിസിനസ്സിനെയും താങ്ങി നിർത്തുന്നത് നിങ്ങളുടെ ശരീരമാണ്. ആ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിൻ്റെ പടവുകൾ കയറാൻ സാധിക്കൂ. ബ്രഹ്മമുഹൂർത്തത്തിലെ ശുദ്ധവായുവും ശാന്തതയും നിങ്ങളുടെ ശരീരത്തിനു നൽകുന്ന പുതുജീവൻ മറ്റേതൊരു ടോണിക്കിനേക്കാളും വലുതാണ്. നാളെ മുതൽ നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി ഈ സമയം മാറ്റിവെക്കൂ. ഈ വീഡിയോയുടെ 1-ാം ഭാഗമാണ്. 3 ഭാഗങ്ങളായിട്ടുള്ള വീഡിയോയുടെ ബാക്കിയുള്ള 6 മുതൽ 10 വരെയുള്ള 2-ാം ഭാഗവും 11 മുതൽ 15 വരെയുമുള്ളവ 3-ാം ഭാഗവും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇതുപോലെയുള്ളതും പ്രപഞ്ചശക്തിയുമായി ബന്ധപ്പെട്ടതുമായ വീഡിയോകൾ കാണാൻ താൽപ്പര്യമുള്ളവർ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കൂടെ കൂടിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.